അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 20-ആണ്. 20-ാമത്തെ നോമ്പിൻ്റെ പ്രത്യേകിച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ടകൾ പോയി വന്നിട്ടുണ്ടായിരുന്നു. വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ തലവേദന കൂടി, പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അന്നത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കേണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു, മടിയായിരുന്നു. കാരണം തീരെ വയ്യായിരുന്നു. അങ്ങനെ പിന്നെ നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഐറ്റംസ് എന്തൊക്കെ നമുക്ക് കണ്ടിട്ട്. അപ്പോൾ അത് നമ്മൾ നേരെ കിച്ചണിൽ പോയിട്ട്, അപ്പോൾ അവിടെ നമ്മൾ പൊക്കവിടക്കുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എത്രത്തോളം എനിക്ക് വെയ്യായിരുന്നു കേട്ടോ. പിന്നെ അത് ഉമ്മ പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, പൊട്ടിച്ചുടലും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. പിന്നെ മാത്രമേ ഉള്ളത് ദോശ രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറന്നു വയ്ക്കാൻ പുട്ട് പറ്റാത്തവർക്ക് ദോശ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം ഗ്യാസ് കയറുന്ന പ്രശ്നമുള്ളവർക്ക് നമ്മൾ ദോശ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ രണ്ടായിട്ട് ഉണ്ടാക്കി. അങ്ങനെ അതാ പിന്നെ നമ്മൾ പൊക്കവടൊക്കെ പൊരിച്ചിട്ടിട്ടുണ്ട്. അതിനിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല നേരം വയ്ക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കിച്ചണിൽ കയറാൻ തീരെ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 ഐറ്റം ഫ്രൂട്ട്സും പൊരിക്കൽ ഐറ്റംസ് അതുപോലെ ലൈമും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും എമ്മയും പിന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ നോമ്പ് തുറക്കാൻ. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തൊരു നോമ്പ് തുറയായിരുന്നു നിന്ന്. പൊതുവേ നമ്മൾ ഒറ്റയിടം തന്നെ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇത്രയും എന്താ പറയുക, ഒന്നിലേക്ക് ഫ്രൂട്ട്സ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ പൊരിക്കടിയായിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ പൊരിക്കടി വളരെ കുറവായിരുന്നു. അപ്പോൾ തീരെ വയ്യായിരുന്നു. അതായിരുന്നു കേട്ടോ കാരണം. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നമസ്കാരം കഴിഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് എല്ലാവരും ചായ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം തലവേദന ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ നമ്മുടെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അഞ്ച് വണ്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം കിട്ടിയപ്പോൾ അത് കഴിച്ചു. അതിനിടെ മക്കൾ താഴത്തേക്ക് ഐസ്ക്രീം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മോളെ പഠിപ്പിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവളെ പഠിത്തവും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, തരി ഉണ്ടാക്കിയത് കഴിച്ചു കേട്ടോ. പിന്നെ വേറെ കഴിക്കാനൊന്നും വയ്യ, ഭയങ്കര പറയുക തലവേദന നമുക്ക് ഭക്ഷണത്തിനോട് പൊതുവേ ഒരു മടുപ്പാവും. അപ്പോൾ ഇവന് തരി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് തരിയും കുടിച്ച് അത് കഴിഞ്ഞ് നമ്മളൊന്ന് പാസ്യത്താടെ പോയിട്ടുണ്ടായിരുന്നു. അളിയൻ്റെ പോക്കാണ്, പാസ്യത്താടൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്നതൊരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് തീരെ വയ്യാത്തൊരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നാളെ കാണാം. ഓക്കെ ടാറ്റാ.